അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദ്യമായി യൂസുഫ് മുസ്ലിയാർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞു, സിഹറുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, അതായത് ഞാൻ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് സന്തോഷിപ്പിക്കുക. അതുപോലെ നിങ്ങൾ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ താഴെ അത് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പഠിക്കാനുള്ള വിഷയമാണ്, മനസ്സിലാക്കാനുള്ള വിഷയമാണ്. അതായത് സിഹർ ഉള്ള കാര്യമാണല്ലോ. ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും സിഹർ ബാധിച്ചതാണ്. അതിന് തെളിവുമുണ്ട്. ഖുർആനിൽ തന്നെ സിഹറിനെ കുറിച്ച് പല സ്ഥലത്തും പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദലീലുള്ള സംഭവമാണ് സിഹർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. സിഹർ ബാധിച്ചാൽ അത് ബാത്തിലാക്കുക തന്നെ വേണം. സിഹർ വലിയ അപകടം പിടിച്ച സംഭവമാണ്. അതിനു മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. ആരെങ്കിലും മുഅ്മിനായ ആളുകൾ സിഹർ ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. അത് അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത സംഗതിയാണ്. ഒരിക്കലും അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത സംഭവമാണ്. സബഉൽ മൂബിഖാത്തിൽ അല്ലാഹു എണ്ണിയ വലിയ മാരകമായ ഒരു സംഭവമാണ് ഈ സിഹർ എന്ന് പറയുന്നത്. മനസ്സിലാക്കേണ്ട വസ്തുത, അല്ലാഹുവുമായി മറ്റൊരാളെ ചേർക്കൽ അത് ശിർക്കാണല്ലോ. ശിർക്ക് തന്നെ സബഉൽ മൂബിഖാത്താണ്. ഒരാൾ സിഹർ ചെയ്യണമെങ്കിൽ ഷിർക്കുമായി ബന്ധപ്പെടാതെ ഒരിക്കലും സിഹിർ ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണുകയോ അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരാളെ ആരാധിക്കുന്നവരുമായി ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യുകയോ ചെയ്താൽ അത് വലിയ തെറ്റാണ്, മഹാപാപമാണ്. ഷിർക്ക് ചെയ്യുന്നത് പോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമായി കൂടി പ്രവർത്തിക്കൽ അതും വലിയ തെറ്റല്ലേ, മഹാപാപമാണല്ലോ. സബഉൽ മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഒരിക്കൽ പോലും മാപ്പ് കൊടുക്കാൻ സാധ്യതയില്ലാത്ത മഹാപാപത്തിനാണ് സബഉൽ മൂബിഖാത്ത് എന്ന് പറയുന്നത്. അതിൽ പെട്ട ഒന്നാണ് ഈ സിഹർ എന്ന് പറയുന്നത്. സിഹർ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്, ഒരുപാട് ഇനങ്ങളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പിരിച്ചുവിടാൻ ചെയ്യുന്ന ഒരു സിഹറുണ്ട്. അതല്ലെങ്കിൽ കുടുംബക്കാരോ അതല്ലെങ്കിൽ വളരെയേറെ സ്നേഹത്തിലൂടെ കഴിയുന്നവരോ തമ്മിൽ അകറ്റി നിർത്താനുള്ള സിഹറുകൾ ഉണ്ട്. അതിന് സിഹ്റു തഫ്രീഖ് എന്നാണ് അറബിയിൽ പറയുന്ന വിഷയം. പരിശുദ്ധമായ ഖുർആനിൽ തന്നെ ഇതിന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത്, വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറു
യുഅല്ലിമൂന الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه. എന്താ പറയുന്നത്? മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. മനസ്സിലായില്ലേ? അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പിരിക്കാനുള്ള, അതല്ലെങ്കിൽ കുടുംബക്കാര് തമ്മിൽ കലഹിക്കാനുള്ള, അവർ തമ്മിൽ പ്രശ്നങ്ങളായി കുൽമാലായി അടിപിടിയായി തെറ്റാനുള്ള സിഹിർ, അതിനാണ് സിഹിറുൽ തഫ്രീഖ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിഹിറുൽ മഹബ്ബ ഉണ്ട്. അതെന്താണ്? നമ്മൾ ഒരാളെ അതിയായി സ്നേഹിക്കാൻ വേണ്ടി ചെയ്യുന്ന സിഹിർ. അതെങ്ങനെയാണ്? എന്നെ ഒരാൾ സ്നേഹിക്കണം, എന്നെ അല്ലാതെ മറ്റൊരാളെയും സ്നേഹിക്കാൻ പാടില്ല എന്ന നിലക്ക് എന്നെ മാത്രം സ്നേഹിക്കണം, എന്നെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ സ്നേഹിക്കണം, എനിക്ക് വേണ്ടി തന്നെ മരിക്കണം എന്ന നിലക്ക് ചെയ്യുന്ന സിഹിറാണ് സിഹിറുൽ മഹബ്ബ. അങ്ങനെ തുടങ്ങി സിഹിറുൽ ജുനൂനുണ്ട്, ഭ്രാന്താവാൻ വേണ്ടി ചെയ്യുന്ന സിഹിർ. അങ്ങനെ തുടങ്ങി ഒട്ടനവധി സിഹിറുകളുണ്ട്. ആ സിഹിറുകളൊക്കെ പെട്ടാൽ അത് വലിയ അപകടം തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സൂക്ഷിക്കണം. സിഹിറുകൾ ചെയ്യുന്ന ആൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. അള്ളാഹു പൊരുത്തപ്പെടാത്ത സംഭവമാണ്. അഥവാ അങ്ങനെ സംഭവിച്ചാൽ, ആർക്കെങ്കിലും സിഹിർ ബാധിച്ചാൽ അത് പെട്ടെന്ന് തന്നെ ബാത്തിലാക്കി എടുക്കണം. അതിനുള്ള വഴികൾ നാം നോക്കണം. പരിശുദ്ധമായ ഖുർആൻ ധാരാളമായി ഓതുന്നവർക്ക് സിഹിർ ഏൽക്കില്ല. സൂറത്തുൽ ബഖറ വീട്ടിൽ നിരന്തരമായി ഓതിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ആളുകൾക്കൊന്നും സിഹിർ പെട്ടെന്ന് ബാധിക്കൂല. ഫലമ്മ അൽഖൗ ഖാല മൂസ മാ ജിഅ്തും ബിഹി സിഹർ ഇന്നല്ലാഹ സയുബ്തിലുഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ എന്ന ആയത്ത് പതിവായി ചൊല്ലുന്ന ആൾക്ക് സിഹിർ ബാധിക്കൂല. എൻ്റെ അടുക്കൽ ഈ അടുത്ത് ഒരു കേസ് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ബറക്കത്തില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത സിഹിറാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് എളുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ സിഹിർ ബാത്തിലാക്കി കൊടുക്കട്ടെ. അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു. മഹാനായ വലിയുള്ളാഹി കുലുക്കുമാട് ഉപ്പാപ്പ നവ്വറല്ലാഹു മർക്കദഹു മഹാനുഭാവന്റെ മക്കാമിൽ കൊണ്ടുപോയി പിന്നെ സിയാറത്തൊക്കെ ചെയ്തു. ഇപ്പോൾ അൽഹംദുലില്ലാ അവർക്ക് വലിയ മാറ്റമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, വളരെയേറെ ശ്രദ്ധിക്കണം. സിഹിർ ഏറ്റുകഴിഞ്ഞാൽ അത് പെട്ടെന്ന് ബാത്തിലാക്കാനുള്ള വഴി നോക്കണം. അത് അടുത്തുള്ള ഉസ്താദുമാരുടെയോ ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ പഠിച്ച ഉസ്താദുമാരുടെ അടുക്കലോ അതല്ലെങ്കിൽ തങ്ങന്മാരുടെ അടുക്കലോ പോയി അതിനെ ബാത്തിലാക്കണം. അല്ലാതെ ഒരു സിഹിർ ബാത്തിലാക്കാൻ വേണ്ടി മറ്റൊരു സിഹിർ ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് പോകലല്ല വേണ്ടത്. ഇന്ന് പലരും മുസ്ലിം എന്ന് പേര് പറഞ്ഞുകൊണ്ട് ഒരു സിഹിർ ബാത്തിലാക്കാൻ വേണ്ടി പോകുന്നത് മറ്റൊരു സിഹിർ ചെയ്യുന്ന ആളുകളുടെ അടുക്കലേക്കാണ്. എൻ്റെ അറിവിൽ തന്നെ പലരുമുണ്ട് അങ്ങനെ പോകുന്ന ആളുകൾ. വീട്ടിലെന്തെങ്കിലും ചെറിയ കശപിശ വരുമ്പോഴേക്ക് എത്രയോ ആളുകൾ മറ്റു മതക്കാരുടെ അടുക്കൽ പോയി അവരുടെ ആരാധകരിൽ നിന്ന്, മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവരിൽ നിന്ന് വെള്ളം മന്ത്രിച്ച് കൊണ്ടുവരുന്ന
അതല്ലെങ്കിൽ ഉറുക്ക് കൊണ്ടുവരുന്ന ഏലസ് കൊണ്ടുവരുന്ന അവസ്ഥ. മആദല്ലാ, അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. അത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് എല്ലാം അള്ളാഹു മാത്രമാണ്. അള്ളാഹുവാണ് നമ്മുടെ രോഗം നൽകുന്നവൻ, നമുക്ക് രോഗം നൽകുന്നവൻ, ശിഫയാക്കുന്നവൻ. അള്ളാഹ്ക്കറിയാം എങ്ങനെയൊക്കെ ആളുകൾക്ക് രോഗം നൽകണം, ഏതൊക്കെ വിധത്തിൽ ശിഫയാക്കണം എന്നത് അള്ളാഹുവിനറിയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് സിഹിറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മൾ തുടർന്ന് സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ സിഹിർ ചെയ്യുന്നവർ, സിഹിറിൽ ഏറ്റവർ എല്ലാവരും ശ്രദ്ധിക്കുക. ചെയ്യുന്നവർ അള്ളാഹുവിനെ പേടിച്ച് അത് ഒഴിവാക്കുക. നാളെ മഅ്ശറ വൻസഭയിൽ നമ്മളെ അള്ളാഹു തആല പിടിച്ചു കുലുക്കുന്നൊരവസ്ഥ വരാൻ പാടില്ല. നരകത്തിൻ്റെ വറുകൊള്ളിയാവാതെ സൂക്ഷിക്കുക. സിഹിർ ഏറ്റവർ അത് ബാത്തിലാക്കാനുള്ള വഴികൾ പെട്ടെന്ന് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ സിഹിറു തഫ്രീഖ്, ഇതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞു തരും. അതിൻ്റെ ശേഷമുള്ള ക്ലാസ്സുകൾ സിഹിറുൽ മഹബ്ബ തുടങ്ങിയുള്ള സംഭവങ്ങൾക്കുള്ള പരിഹാരം ഞാൻ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ചികിത്സക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക, എൻ്റെ നമ്പറിൽ വിളിക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അല്ലാഹു തആല നമുക്കെല്ലാം അർഹമായ ശിഫ നൽകട്ടെ, കാമിലായ ശിഫ നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.